ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മമ്മൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്ന ഒരു പഴയകാല റെസിപ്പി ആയിട്ടാണ്. പാലിയപ്പം എന്നാണ് കേട്ടോ നമ്മളിതിനെ പറയാറ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒന്ന് നല്ലപോലെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ടുള്ള പാക്കറ്റിലെ പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 3/4 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും പൊടിയും വെള്ളം നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടുമല്ലോ, അതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്ന് ചൂടാറണം. അതിനായിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളാത്ത ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു ചൂടിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ശരിക്കും കുഴച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി കുഴപ്പമില്ല, അതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോഴേ ഞാൻ ഈ പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി വെളിച്ചെണ്ണ ഞാനിത് ഇതിൻ്റെ മേലെയും ഈ ഒരു പാത്രത്തിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം. എന്നിട്ട് കയ്യിലൊക്കെ നല്ലപോലെ വെളിച്ചെണ്ണ തടവണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കും. കയ്യിലും അതുപോലെ നമ്മളിത് ഉണ്ടാക്കിയിടുന്ന ആ ഒരു പാത്രത്തിലും നല്ലപോലെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേ കൈ വെച്ച് ഇതുപോലെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. കണ്ടില്ല, ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇഷ്ടമുള്ള സൈസിൽ ഇതുപോലെ ഇങ്ങനെ, ശരിക്കും ഈ ഒരു സൈസിലാണ് അവർ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയത്. ഇതുപോലെ ഈ മൊത്തം പൊടി വെച്ച് നമുക്ക് ഇതുപോലെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തം പൊടിയായിട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് മൊത്തം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ തേങ്ങയുടെ 2ാം പാലിലേക്ക് 1/2 കപ്പ് തേങ്ങയുടെ 2ാം പാലിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഡയല്യൂട്ട് ആക്കി എടുത്തിട്ടുള്ളതാണ്. ഒന്ന് ലൂസാക്കി എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. 1ാം പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, കട്ടിയുള്ള തേങ്ങാപ്പാൽ. അതിനുശേഷം വെള്ളം ഒഴിച്ച് അടിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണിത്. മൊത്തം 3 ഗ്ലാസ് ഉണ്ട്. 1/2 കപ്പ് 2ാം പാലും 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ശർക്കരയിലും പഞ്ചസാരയിലും ഉണ്ടാക്കാം, പക്ഷേ എനിക്കിത് ശർക്കര ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ശർക്കരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ശർക്കര പീസായിട്ടുള്ള അച്ചാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ ചെറുതായിട്ട് തന്നെ പിരിഞ്ഞ പോലെയൊക്കെ നമുക്ക് തോന്നും, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുള്ളതാണല്ലോ. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷേപ്പിലുള്ള മാവ് മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല, കാരണം ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് ഇതിൻ്റെ ചൂട് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ടും ഒരേ ഒരു ചൂടിൽ വന്ന് നല്ലപോലെ തിളച്ച് ഇതിങ്ങനെ മേലേക്ക് പൊങ്ങി വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നല്ലപോലെ തിളച്ച് അതൊക്കെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. അതിന് മുന്നേ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കണ്ടില്ല, എല്ലാം ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ നേരത്തെ എടുത്ത പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടില്ലാതെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അരിപ്പൊടി ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇത് തിക്കായിട്ട് വരും. ഒഴിച്ച് കുറച്ച് സമയം ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അത് ചൂടാറി വരുമ്പോൾ തന്നെ വീണ്ടും ഈ ഇരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി തിക്കാവും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറി കുറച്ച് തിക്കായിട്ട് വരും. ഇത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ 1ാം പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അത് ഏകദേശം ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വേറൊരു ടെക്സ്ചറിലേക്ക് വരും. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒരു 3/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ മൊത്തം ഒരുമിച്ച് ഒഴിക്കുന്നില്ല, ഒന്ന് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഈ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഈ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി ആ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യണം. ഇത് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു നുള്ള് ഉപ്പ്. അത് നമ്മൾ മധുരമുള്ളതിലൊക്കെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന പോലെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഏലക്കപ്പൊടിയും അതുപോലെ നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെ കൂടെ വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഇത് 2 മിനിറ്റ് ഇരിക്കുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അതൊരു ചെറിയൊരു ചൂടോട് കൂടി തന്നെ കുടിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.